രാജ്യത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും പ്രധാനമന്ത്രി മറുപടി പറയണം എന്നത് തെറ്റായ ശീലമാണെന്ന് നരേന്ദ്രമോദി. ചർച്ചയുടെ അവസാനം എല്ലാ വിഷയത്തിലും പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന തെറ്റിദ്ധാരണ ചിലർക്കുണ്ടെന്നും മോഡി പറഞ്ഞു. ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അതേസമയം അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച കോൺഗ്രസിന് അസഹിഷ്ണുതയെക്കുറിച്ച് പറയാൻ അർഹതയില്ലെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തെ മുൾമുനയിൽ നിർത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇന്ന് പ്രസംഗങ്ങൾ നടത്തുന്നത്. നിരുത്തരവാദപരമായ പരാമർശങ്ങളെപ്പോലും ഇന്ന് അസഹിഷ്ണുതയെന്ന് വിശേഷിപ്പിക്കുകയാണ്. അസഹിഷ്ണുത എങ്ങനെ മറികടക്കാമെന്ന് കാട്ടിത്തന്നത് അംബേദ്കർ ആണെന്നും അദ്ദേഹം പറഞ്ഞു. ആമിർ ഖാൻ്റെ സിനിമകൾ ഹിന്ദുക്കൾ കാണരുതെന്ന് സാത്വിക് പ്രാച്ചിയും ഇന്ന് പറഞ്ഞു. ഈ ചർച്ചയിലേക്ക് ഇന്ന് അതിഥികളായി എത്തുന്നത് ഡോക്ടർ എ സമ്പത്ത് MP, ശ്രീ ഫക്രുദ്ദീൻ അലി, ടി സിദ്ദിഖ്, ശ്രീ JR പത്മകുമാർ, ശ്രീ MN കാരശ്ശേരി എന്നിവർ. ഡോക്ടർ സമ്പത്ത്, ഇന്നിപ്പോൾ പാർലമെന്റിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അസഹിഷ്ണുതയെക്കുറിച്ച് പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കും എന്നാണ്. ആ അർത്ഥത്തിൽ ഒരു മറുപടി കിട്ടിയോ? പ്രധാനമന്ത്രി ഈ മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം ഇപ്പോൾ പരിശീലിച്ചിട്ടുള്ളൊരു കാര്യം മൗനം ഭജിക്കുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം ഞങ്ങൾ കളിയാക്കി ചോദിക്കാറുണ്ട്, ഈ ഡോക്ടർ മൻമോഹൻ സിംഗിന് പഠിക്കുകയാണോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. ഇങ്ങനെ പാർലമെൻ്ററി ഇടനാഴികളിലെല്ലാം അത്തരത്തിലൊരു തമാശ ഉണ്ട്. ഇവിടെ രാജ്യത്ത് നടക്കുന്നതായ എല്ലാ കാര്യത്തിനും പ്രധാനമന്ത്രി മറുപടി പറഞ്ഞോണമെന്നൊന്നും ഞങ്ങളാരും പറഞ്ഞില്ല. അങ്ങനെ ആരും പറയില്ല. രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് ആരും പറയില്ല. പക്ഷേ വിഷയം അതല്ല. രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങൾ തന്നെ ലംഘിക്കപ്പെടുക, അത് ലംഘിക്കപ്പെടുക എന്ന് പറയുമ്പോഴും അതിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള പ്രസ്താവനകൾ വരുമ്പോഴും എല്ലാം തന്നെ ഇതിൻ്റെ തലപ്പത്താരാ? അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ. അപ്പോൾ ദി ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായി അദ്ദേഹം ഇതിനെല്ലാം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സഖ്യകക്ഷികളിൽപ്പെട്ട നേതാക്കന്മാരും അവർ നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രസ്താവനകളും അവർ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളും അവർ നടത്തിയിട്ടുള്ള പ്രവൃത്തികളും ഇതൊക്കെ തന്നെ ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്നതല്ല. ഇതെല്ലാം രാജ്യത്ത് അസഹിഷ്ണുത വല്ലാതെ പടർത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് അസഹിഷ്ണുത, ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായാണ് ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ. അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരുപക്ഷെ BJPയിൽ എൻ്റെ പ്രായത്തിലുള്ള BJP പ്രവർത്തകരായിട്ടുള്ള ചങ്ങാതിമാർക്ക് പോലും മനസ്സിലാകില്ല. അന്ന് ഇങ്ങനെ നടന്നതുകൊണ്ട് ഇന്ന് ഇങ്ങനെ നടന്നാൽ ആരും ചോദ്യം ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇത് പഴയ ചെന്നായിൻ്റെ ന്യായം പോലെയാണ്. നീ അല്ല എങ്കിൽ നിൻ്റെ അപ്പൻ പണ്ട് വെള്ളം കലക്കിയില്ലേ എന്ന് ചോദിച്ചതുപോലെയുള്ള വളരെ ഈ അപഹാസ്യമായ ചില ന്യായങ്ങളാണ്. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രമാണ്. രണ്ട്, നമ്മുടെ ഭരണഘടന സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളത്, ഇത് 42ാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ് 2 വാക്കുകൾ കൂട്ടിച്ചേർത്തത് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ്. ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവിടെ എക്സിക്യൂട്ടീവ് പാർലമെൻറ്റിനോടാണ് ഉത്തരം പറയേണ്ടത്, അവിടെ ലെജിസ്ലേച്ചർ ജനങ്ങളോടാണ് ഉത്തരം പറയേണ്ടത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നയങ്ങളോ അല്ലെങ്കിൽ ആ പാർട്ടിയെ പിന്നിൽ നിന്ന് നയിക്കുന്നവരുടേതായിട്ടുള്ള നയങ്ങളോ ഒക്കെ തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക എന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നടക്കുന്നത് എന്താണ്? വേഷത്തിൻ്റെ കാര്യത്തിൽ, ഭാഷയുടെ കാര്യത്തിൽ, ഭക്ഷണക്രമത്തിൻ്റെ കാര്യത്തിൽ, ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യത്തിൽ, ഇങ്ങനെ വിദ്യാഭ്യാസ രംഗം മുതൽ നമ്മുടെ അടുക്കള വരെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഇങ്ങനെ നുഴഞ്ഞു കയറുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടാവും. ഇതൊന്നും ചെറുതല്ല. പാർലമെൻറ്റിൽ പോലും ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. പാർലമെൻറ്റിൽ MP-മാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ന്യായമായും ബന്ധപ്പെട്ട മന്ത്രിമാരും അവർ മറുപടി പറയുന്നത് പോരാ എന്ന് തോന്നിയാൽ പ്രധാനമന്ത്രി തന്നെയും, ബിക്കോസ് ഹീ ഈസ് അഡ്രസ്സിങ് ദ ഹൗസ്, അങ്ങനെയാണ്. വെൻ ഹീ ഈസ് അഡ്രസ്സിങ് ദ ഹൗസ്, ഹീ ഈസ് അഡ്രസ്സിങ് ദ ഹോൾ നേഷൻ. അതാണ് അവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. അത് മറുപടി പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തും ഭരണകക്ഷിയിലും ഉള്ളവരെല്ലാം ഇന്ത്യയുടെ രാഷ്ട്രം എന്ന ആ സങ്കല്പത്തിൻ്റെ കാരണക്കാരായിട്ടുള്ള ദി ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ മാത്രമല്ല, നിരവധി പേരുടെ വ്യക്തിത്വങ്ങളുടെ എല്ലാം പേരുകൾ അവിടെ പറയുകയുണ്ടായി. അന്ന് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്ത് പോലും എന്താണ്, മറ്റു മന്ത്രിമാർ അവർ മറുപടി പറഞ്ഞാൽ പോലും അദ്ദേഹം എണീറ്റ് നിന്ന് കൂടുതൽ
അദ്ദേഹം വ്യക്തത വരുത്തുമായിരുന്നു. ആ വ്യക്തത വരുത്തിയാണ് നാം പോകേണ്ടത്. അല്ലാതെ ഇതെല്ലാം ചില രഹസ്യങ്ങളുടെ മൂടുപടം, ആ മൂടുപടം അണിഞ്ഞുകൊണ്ടല്ല ജനാധിപത്യം പ്രക്രിയ മുന്നോട്ട് പോകേണ്ടത്. ശ്രീ JR പത്മകുമാർ, ഇതാണ് ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചതിന് ശേഷവും പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. MP-മാരല്ലേ ചോദിക്കുന്നത്, ജനങ്ങളുടെ പ്രതിനിധികൾ ആയി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളല്ലേ ചോദിക്കുന്നത്, അവരുടെ നേതാവായി പാർലമെൻറ്റിൻ്റെ നാഥനായി നിൽക്കുന്ന പ്രധാനമന്ത്രിക്ക് അവരോട് സംസാരിക്കാൻ ബാധ്യതയില്ലേ? അതുപോലും മറന്നുകൊണ്ട് എല്ലാത്തിനും ഞാൻ മറുപടി പറയണമോ എന്ന ചോദ്യം ചോദിക്കുന്നത് പ്രതിപക്ഷത്തെ കൊണ്ട് ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ച ഒരു തമാശ ലോക്സഭയിൽ ഇടനാഴികളിൽ കേൾക്കുന്നതിനിടയാക്കുന്നത് എന്തിനാണ്? ഡോക്ടർ മൻമോഹൻ സിംഗിന് പഠിക്കുകയാണോ നരേന്ദ്രമോദി എന്ന് കേൾപ്പിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത അങ്ങനെ തന്നെ അവശേഷിക്കുകയുള്ളൂ. അതിന് മറുപടി പറയാൻ നമുക്ക് പറ്റില്ല. അവരങ്ങനെ ചിന്തിക്കും. യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത്? പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട കാര്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ മന്ത്രാലയങ്ങളും അതിൻ്റെ ചുമതലപ്പെട്ട മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ആ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ നേരത്തെ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഉന്നയിക്കുന്നതിന് പാർലമെൻറ്റിൽ പ്രസൻ്റായിട്ടുള്ള ആ മന്ത്രാലയത്തിൻ്റെ മന്ത്രി മറുപടി പറയുന്നല്ലോ. പിന്നെ അതിൽ തൃപ്തി വരുന്നില്ല, തൃപ്തി വരില്ല എന്ന് അവർക്ക് തോന്നിയാൽ ചോദിക്കുന്ന ആളിന് മാത്രമല്ലല്ലോ, പറഞ്ഞ ആളിനും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഈ ചോദ്യത്തിന് മറുപടിയാണ് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടല്ലോ. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞാലേ തൃപ്തി വരൂ എന്ന് പറഞ്ഞാൽ ആ തൃപ്തി വരുത്താൻ ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പ്രധാനമന്ത്രി ഈ രാജ്യം നേരിടുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി ഇടപെടാനുള്ളത് ഒരു കൂട്ടുത്തരവാദിത്ത ഭരണമാണ്. പ്രധാനമന്ത്രി മാത്രമല്ല ഭരിക്കുന്നത്, മറ്റു മന്ത്രിമാർക്കും അതിൻ്റെ ചുമതലയുണ്ട്. ആ ചുമതല ഭംഗിയായി പാർലമെൻറ്റിൽ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്കൊന്നും അതിൻ്റെ അത്രമാത്രമേ അതിനുള്ള പ്രാധാന്യമുള്ളൂ. ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ JR പത്മകുമാറിന് കൂടുതൽ വാക്കുകളൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല. അദ്ദേഹത്തിന് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തന്നെ വളരെ വേഗം സാധിക്കുന്നു. ഇതിൽ ബന്ധപ്പെട്ട മന്ത്രിമാർ പറയേണ്ടതേ ഉള്ളൂ. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുമായി ഇതിനെ നോക്കി ഇല്ലാതെയാക്കുന്നവർ ഉണ്ടാക്കുന്ന കഥകൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല പ്രധാനമന്ത്രിക്ക് എന്ന കാഴ്ചപ്പാട്. അല്ല, BJP-കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉൾപ്പെടെയല്ല, അവർ പറയുന്ന എല്ലാ വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ, ബാക്കി എല്ലാവരും പറയുന്നത് കഥകളാണ്. കഥകൾ എല്ലാം സ്റ്റോറീസ് ആണല്ലോ ഈ ജേർണലിസത്തിൻ്റെ കാലഘട്ടത്തിൽ. അപ്പം ചേട്ടൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, അപ്പം ചേട്ടൻ്റെ ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഇടപെടേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ അമീർ ഖാൻ്റെ വിഷയത്തിലൊന്നും അല്ല സൽമാൻ ഖാൻ്റെ വിഷയത്തിലൊന്നും ഷാരൂഖ് ഖാൻ്റെ വിഷയത്തിലൊന്നും പ്രധാനമന്ത്രി ഇടപെടണം നമ്മൾ അതിലേക്ക് ലിങ്ക് പോലുള്ള വിഷയങ്ങളിൽ